നിങ്ങൾ എന്നെപ്പോലെ ഒരു സാധാരണ വീട്ടമ്മയാണോ? നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടാറുണ്ടോ? വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന കുറേ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പച്ചക്കറിത്തോട്ടം വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലൊരു അടുക്കളത്തോട്ടം നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഞാൻ ടെറസിലാണ് കേട്ടോ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ. 2 തരത്തിലുള്ള മധുരക്കിഴങ്ങിൻ്റെ വള്ളിയും പിന്നെ വേറൊരു ചെടിയും ഞാൻ നടുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കാശ് ചിലവില്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എൻ്റെ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുത്തതും അതെങ്ങനെയാണ് ഇപ്പോൾ നിലനിർത്തി പോകുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പല വീട്ടമ്മമാരും വെറുതെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. എന്ത് ചെയ്താലാണ് നമുക്കൊരു 10 പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഞാൻ എങ്ങനെയാണ് ഈ ഒരു പച്ചക്കറി തോട്ടത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നതെന്ന് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിച്ചെറിയുന്ന ഒരു ചാക്ക് ഉണ്ടായാൽ മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാനും. അതും പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാം, പൂച്ചെടികളായാലും നട്ടുപിടിപ്പിക്കാം. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് പച്ചക്കറി നടുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചാക്ക് എടുക്കുക, എന്നിട്ട് ഇത് മറിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഗ്രോ ബാഗ് പോലെ ആക്കിയെടുക്കുന്നത് സിമൻറ്റ് ചാക്കാണ് കേട്ടോ. അപ്പോൾ അത് മറിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുപോലെയുള്ള കയറുകൾ വെച്ചിട്ടാണ് ഞാനത് മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിമൻറ്റ് ചാക്ക് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും വീടിൻ്റെ പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മളെ റോഡ് പണിയോ കാനപ്പണിയോ അങ്ങനെയൊക്കെ നടക്കുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ വീണ് കിട്ടുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് സിമൻറ്റ് ചാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ സിമൻറ്റ് ചാക്ക് തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവർ തരും. അത് കാരണം ഇത് വെറുതെ വേസ്റ്റായി കളയുന്ന ഒരു സാധനമാണ് സിമൻറ്റ് ചാക്ക്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെയാണ് ചാക്ക് സംഘടിപ്പിച്ചെടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ബലമുള്ള കയറ് അതും നമുക്ക് ഫ്രീ ആയിട്ട് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ അടുത്തുള്ളൊരു പലചരക്ക് കടയിൽ നിന്ന് അവരുടെ പഴക്കൊല തൂക്കിയിടുന്ന ആ കൊലയില്ലേ, പഴം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ കൊല നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കൊലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഴം എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു തണ്ട് അത് തൂക്കിയിടുന്ന കയറോടുക്കനെ നമുക്ക് പിന്നെ ആ പഴക്കൊലയും കിട്ടും, ആ കയറും കിട്ടും. അപ്പം നമുക്ക് ആ പഴത്തിൻ്റെ ആ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രോ ബാഗ് നിറക്കാൻ പറ്റും. അതുമാത്രമല്ല ആ കയർ ഉപയോഗിച്ച് നമുക്ക് പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ അതിന് പന്തൽ കെട്ടിക്കൊടുക്കാൻ നല്ല ബെസ്റ്റ് കയറാണ് കേട്ടോ. അപ്പോൾ പലയിടത്തും പല രീതിയിലായിരിക്കും. അങ്ങനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരട്ട, നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന തേങ്ങയുടെ ആ വേസ്റ്റ് ചിരട്ട ഉണ്ടല്ലോ, അതുണ്ട് നമ്മൾ ഒരു കവറിൽ ചാക്കിൽ അങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും ഈ ഒരു ഗ്രോ ബാഗ് നിറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സിമൻറ്റ് ചാക്ക് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ അത് മറിക്കാൻ വേണ്ടിയിട്ടുള്ള കയറ് കിട്ടി. അതുപോലെ തന്നെ ചിരട്ട നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ കൊലയില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിരട്ട വെച്ചു, പിന്നെ ഈ പഴത്തിൻ്റെത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ ഞാനിടാൻ പോകുന്നത് ചക്ക കമ്പോസ്റ്റാണ്. ഇവിടെ ഒരുപാട് ചക്കയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇങ്ങനെ കമ്പോസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാക്കിലും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രിഡ്ജിൻ്റെ ഒരു ഡോറാണ്. അത് ഞാൻ 100 രൂപ കൊടുത്തിട്ട് ഈ ആക്രിക്കാരയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് ചെടി നല്ല വലിയ വലിയ മരങ്ങൾ പോലുള്ളതൊക്കെ നടാൻ വേണ്ടിയിട്ട് ടെറസിൽ. അപ്പോൾ അതിനൊക്കെ നിസ്സാരം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാശുകൾ മാത്രമേ നമുക്ക് ആവുള്ളൂ. പിന്നെ ഞാനിതേപോലെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കരിയിലയും അതുപോലെ ചക്കയുടെ വേസ്റ്റും പിന്നെ മണ്ണ്, നല്ല രീതിയിലുള്ളൊരു കമ്പോസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് നമ്മുടെ ഗ്രോ ബാഗിൽ നിറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ടെറസ് കുറച്ച് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. വെയിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അടിച്ച് കൂട്ടി നല്ല വൃത്തിയാക്കിയിടും കേട്ടോ ടെറസ്. ഇപ്പോൾ മഴ ആയത് കാരണം കുറച്ചിങ്ങനെ അഗ്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെറും അടുക്കള വേസ്റ്റിൽ നിന്നും അതുപോലെ കരിയിലയിൽ നിന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയ 0 കോസ്റ്റ് വളമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് പുറമെന്ന് വളം മേടിച്ചിട്ടും കാശ് കളയേണ്ട ആവശ്യമില്ല. ഒരു പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് നല്ല വളങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഞാൻ കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇങ്ങനത്തെ വളങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം മീനിൻ്റെ വേസ്റ്റ് വെച്ചിട്ടും പച്ചക്കറി വേസ്റ്റ് വെച്ചിട്ടും കരിയില വെച്ചിട്ടും ചക്കയുടെ വേസ്റ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങൾ കേടുവന്ന ധാന്യങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന കുറേ കമ്പോസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എനിക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് തിരഞ്ഞെടുത്തത് ഈ പച്ചക്കറി കൃഷി ചെയ്തിട്ട് അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മണ്ണില്ലാത്ത എനിക്ക് നല്ല രീതിയിൽ തന്നെ കൃഷിയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും നിന്നുള്ള വരുമാനവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീട് നിൽക്കുന്നത് വെറും 4.5 സെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം കട്ടൊക്കെ ഇട്ടിട്ട് ഒട്ടും മണ്ണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നും, അവിടെ നല്ല മുറ്റുണ്ട്, അവിടെ നിന്ന് കരിയിലകൾ അടിച്ചു കൊടുത്തിട്ടും അതുപോലെ തന്നെ കമ്പോസ്റ്റുകൾ ഓരോന്ന് ഉണ്ടാക്കിയിട്ടും പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് വല്ല വണ്ടിയിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുമ്പോഴോ അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നല്ല ചുമന്ന മണ്ണ് കൊണ്ടുവരും. അപ്പോൾ അത് മേൽമണ്ണായി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഒരു കൃഷി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതുപോലുള്ള വീഡിയോസുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയൊരു ചാനലാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുകയും അതോടൊപ്പം ഒരു വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നത്. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ ഒരു രീതി വളരെ മികച്ചതാണ് കേട്ടോ. ഇതുപോലെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പച്ചക്കറികൾ നട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ചാനൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കിയെടുത്താൽ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഇതാ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ. നല്ല വയലറ്റ് മധുരക്കിഴങ്ങിൻ്റെ വള്ളി. ഈ വള്ളികൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും, ഈ വള്ളി കൊടുക്കുന്നുണ്ടോ, എനിക്ക് ഈ വള്ളി അയച്ചു തരുമോ എന്ന്. അപ്പോൾ ഞാനിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ അതിൽ നിന്നും എനിക്കൊരു വരുമാനം കിട്ടും. നമ്മളൊരു യൂട്യൂബ് ചാനലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ചെടികളൊക്കെ പോസ്റ്ററായിട്ട് നമുക്ക് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്ററായിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതെന്തായാലും ഏതെങ്കിലും ഒരാൾ അത് മേടിക്കാതെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ പോസ്റ്റർ എല്ലാ ദിവസവും മുടങ്ങാതെ ഇടണം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോസ്റ്റർ ഇടാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ 2-3 ആഴ്ചയായിട്ട് പോസ്റ്റർ ഇടാറില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, നമ്മൾ ഇതുപോലെ ചെടികളൊക്കെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ പോസ്റ്ററായിട്ട് ഇട്ട് കൊടുക്കുന്നത്, പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കുക ജെമിനിയിലോ വല്ല ആപ്പിലൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് അത് എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോരോ ചെടികളുടെ പോസ്റ്ററും വിലകളൊക്കെ തയ്യാറാക്കിയിട്ട് നമ്പറും കൂടി വെച്ചിട്ട് പോസ്റ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 1-2 ആൾക്കാർ ആ ചെടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കും. നമ്മളിപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കെടുത്തിയിട്ടാണ് കേട്ടോ നടുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് ഇങ്ങനെ കെടുത്തി നട്ട് കഴിഞ്ഞാൽ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയിൽ ഓരോ ചെനപ്പിൽ നിന്നും നമുക്ക് വേര് താഴേക്ക് പോയിട്ട് നല്ല കായ ഉണ്ടാവും. ഈ വയലറ്റ് കളറ് മധുരക്കിഴങ്ങിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഞാനിത് നട്ടു കൊടുത്തിട്ട് നല്ല കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. തൈകളെല്ലാം കുറേ ഉണ്ടാക്കിയിട്ട് മധുരക്കിഴങ്ങും ഇപ്പോൾ നല്ല ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് കുറേ കിഴങ്ങുകൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളെ വീട്ടാവശ്യത്തിന് എടുക്കാം, നമ്മൾക്ക് അത് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. ഒട്ടുമിക്ക അടുക്കളത്തോട്ടം ടെറസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഈ ഒരു മധുരക്കിഴങ്ങ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പയറും നട്ടുപിടിപ്പിക്കാം കേട്ടോ. അത് നോക്കിക്കേ, എൻ്റെ പയർ കിളി കൊണ്ടുപോയിട്ട് കണ്ടാം. അപ്പോൾ കിളികൾക്കും അത് കഴിക്കാൻ നല്ല ഇതാണ്. അപ്പം ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു പച്ചക്കറി നടുന്നതിന് മുന്നേ തന്നെ ബിസ്മി ചൊല്ലിയിട്ടാണ് നടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാ റസാഖ് യാ അള്ളാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളികളൊക്കെ വന്നിട്ട് ഈ ഒരു പച്ചക്കറി കൊത്തി തിന്നുമ്പോൾ അത് നമ്മൾക്ക് സദക്കയായിട്ട് കിട്ടും. അതായത് അവരത് തിന്നു പോകുമ്പോൾ പടച്ചവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സദക്ക കൊടുത്തതിൻ്റെ കൂലിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു പച്ചക്കറി നടുന്നതിൻ്റെ ഒപ്പം ഈ 2 കാര്യങ്ങളൊന്ന് ചെയ്യുന്നത്, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ പറ്റിയിട്ട് പറഞ്ഞതാണ്.
പല മതത്തിൽപ്പെട്ട ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ ഓരോ മതവിശ്വാസത്തിലും ഓരോ ആളുകൾക്കും പലതരത്തിലും ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് നമ്മളെ ദൈവഭക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കൃഷിയും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയിക്കും. പിന്നെ ഞാനിതാ ഇതേപോലെ തന്നെയാണ് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീണ്ടും എനിക്ക് മധുരക്കിഴങ്ങിൻ്റെ പച്ചവള്ളിയുള്ള മധുരക്കിഴങ്ങില്ലേ, ഇത് നല്ല അടിപൊളി നല്ല കിഴങ്ങാണ് ഇതിനുണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു വള്ളി ഞാൻ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വള്ളി ഞാൻ എൻ്റെ കൃഷിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അപ്പോൾ കുറേ വള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു ഗ്രോ ബാഗിലാണ് ഇപ്പോൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഇനി വള്ളി എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് വലുതായി വരുമ്പോൾ കട്ട് ചെയ്തിട്ട് വേറെ വേറെ ഗ്രോ ബാഗുകൾ ഇതുപോലെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഒരു നമ്മുടെ കയ്യിൽ എന്താണോ ഇപ്പോൾ സുലഭമായിട്ട് പച്ചക്കറി നമ്മുടെ തോട്ടത്തിലുള്ളത് അത് നമ്മൾ കൂടുതലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പയറിൻ്റെ നല്ല നല്ല വിത്തുകൾ, നല്ല പയർ കാണുമ്പോൾ അത് നല്ല വിത്തിന് നിർത്തിയിട്ട് അത് ഒരു പയറിൻ്റെ മുകളിൽ ഒരു 5-6 മണികളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അത് മുളപ്പിച്ചെടുക്കുക. അതേപോലെ എന്ത് പച്ചക്കറിയാണ് നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് കുറേ ഒരു 10 ഗ്രോ ബാഗിലെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ഇപ്പം എൻ്റെ തോട്ടത്തിൽ കാലാവസ്ഥ മാറിയതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പച്ചക്കറികളുള്ള സീസണൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾക്ക് മൾബറിയുടെ കൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഇതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്രിക്കാരുടെ കയ്യിൽ നിന്നും പിന്നെ ഇതുപോലത്തെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾക്ക് എവിടെ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഇതുപോലെ പച്ചക്കറിയുടെ വിത്ത് സംഘടിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇതുപോലെ കമ്പുകൾ സംഘടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കസിൻസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുക, പരമാവധി കളക്ട് ചെയ്യുക. അതുപോലെ മണ്ണും കാര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥിതി എനിക്കുണ്ട്. അതും ഞാൻ വളരെ കരിയിലയും ഒക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് അത് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അതിനൊന്നും നമ്മളൊരു ചില്ലി കാശ് പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ആകെ കൂടിയിട്ട് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ആകെ ഈ ഒരു ഫ്രിഡ്ജ് മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. ഒരു 4 ഫ്രിഡ്ജിൻ്റെ ബോഡി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനാകെ കൂടിയിട്ട് എനിക്കായിട്ടുള്ള ഒരു 500 രൂപ മാത്രമാണ് കേട്ടോ. അത് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെയാണ് അതും മേടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു ടൂൾസും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം അതും നമ്മുടെ ചാനലിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് മേടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 0 കോസ്റ്റിൽ നിന്ന് തുടങ്ങുക, ഉള്ളതൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ പച്ചക്കറി ഉണ്ടാക്കി തുടങ്ങുക. അത് നിങ്ങൾ വീഡിയോസായിട്ട് എടുത്തിട്ട് നിങ്ങളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്സുകളായിട്ട് ഇടാണ്ട് നല്ലൊരു 10-15 മിനിറ്റിൻ്റെ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മുടങ്ങാതെ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും മാക്സിമം ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ലെങ്ത്ത് ഒരു 15 മിനിറ്റോളം ഒതുങ്ങുന്ന രീതിയിലുള്ള വീഡിയോസുകളായിട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ടൊക്കെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനാക്കി എടുക്കാൻ പറ്റും. ഷോർട്സ് ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി അതല്ല, ഷോർട്സ് ചാനലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ആ ഷോർട്സുകൾ മില്യൺ വ്യൂസിലേക്ക് മുടങ്ങാതെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മില്യൺ വ്യൂസുകൾ കിട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോർട്സ് ആയിട്ടും നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങും. നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു പച്ചക്കറി നമുക്ക് വീട്ടിൽ വിഷം ഇല്ലാത്ത പച്ചക്കറികളായിട്ട് നമുക്ക് വിഭവങ്ങൾ ഒരുക്കാൻ പറ്റും. അതുമാത്രമല്ല, ചാനലിലൂടെ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്കൊരു വരുമാനവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു രീതി. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നോക്കിയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഇതുപോലെ ഫ്രീസറിൻ്റെ ഭാഗം വരുന്നിടത്താണ് ഞാൻ അവിടെ മാവ് നട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി മാവ് നിൽക്കുന്നുണ്ട്, മൂവാണ്ടൻ മാവുണ്ട്. അതിൻ്റെ തന്നെ തൈയാണ് കേട്ടോ അത്. ഇനി അതിൻ്റെ തൈയാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഇനി വേറെ ഏതെങ്കിലും മാങ്ങ കഴിച്ചതിൻ്റെ നല്ല തൈയായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മാവും തൈയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് മൾബറിയുടെ കൊമ്പാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നട്ടു കൊടുത്താൽ തന്നെ മൾബറി നമുക്ക് വേര് പിടിച്ച് കിട്ടും.
നമുക്ക് തൈ മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ നമ്മുടെ കുറച്ച് കരിയിലും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലുള്ളത് ഫുള്ള് കമ്പോസ്റ്റാണ്. കരിയിലൊക്കെ ഇട്ടിട്ട് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഫുള്ള് കമ്പോസ്റ്റാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പിടിച്ച് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടാൽ വീണ്ടും ഇതേപോലെ അവിടെ നിന്ന് നമുക്ക് വീണ്ടും മൾബറിയുടെ കമ്പ് സംഘടിപ്പിച്ചിട്ട് നട്ട് പിടിക്കുന്നത് വരെ നട്ടുപിടിപ്പിക്കാം. ഇനി നമുക്ക് സെയിലിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറിയുടെ വിത്ത് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെടികൾ, നല്ല ചെടികൾ, റോസാക്കമ്പ്, ബോഗൻവില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ് പിടിപ്പിച്ചിട്ട് നഴ്സറികളിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും സെയിൽ ചെയ്യാം കേട്ടോ. ഞാനിതിവിടെ പയർ നട്ടത് നോക്കിയൊക്കെ വെറും നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിലാണ് ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട്, ഇത് എൻ്റെ വീട്ടിലത്തെ മാത്രമല്ല കേട്ടോ. ഞാനിതേപോലെ ഡിറ്റർജൻറ്റ് കുപ്പികൾ, വേസ്റ്റായ ഡിറ്റർജൻറ്റ് കുപ്പികൾ കളക്ട് ചെയ്തിട്ട് അതിലിതാ പയർ വിത്തിട്ടിട്ട് മുളപ്പിച്ചു. നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പയറുണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പന്തൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള പന്തലാണ് കേട്ടോ കെട്ടി കൊടുത്തിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റിലാണ് ഞാൻ ഈ ഒരു പയർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതേപോലത്തെ വെള്ളക്കുപ്പികളിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു 10 മണി കണ്ടിട്ടില്ലേ, അത് നന്നായിട്ട് സൂപ്പറായിട്ട് പൂവുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്നും വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഇതൊക്കെ മതി. ഞാൻ കുറച്ച് പയർ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് റോസാപ്പൂവും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ വേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസാപ്പൂ വെട്ടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കിളികളൊക്കെ തിന്നു. അപ്പോൾ അവരും തിന്നട്ടെ കുറച്ചൊക്കെ. നിങ്ങൾക്ക് ഇതുപോലത്തെ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇനി അഥവാ ഇത് ഇങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിലും അതും കമൻറ്റിലൂടെ പറയുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.